ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ വെള്ളം കുടിക്കും. വെള്ളം കുടി എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിലുള്ള ഒരു ശീലമല്ല കേട്ടോ. മുന്നേ എനിക്ക് രാവിലെ എണീറ്റാൽ വെള്ളം കുടിക്കണം. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത്. 7:30 പിന്നെ അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ സാലഡാണ് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ അത് കഴിക്കുമ്പോൾ ഷുഗർ കുറച്ചുകൂടി ഒന്ന് ലെവലാവുന്നുണ്ട്. അപ്പം ഞാൻ സാലഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളാനിരുന്നു കേട്ടോ. കൈ കണ്ടില്ലേ നല്ല റെഡായിട്ടിരിക്കുന്നത്. അത് ശരിക്കും ഞാൻ ഇന്നലെ ഹെന്ന ഇട്ടു കേട്ടോ. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ രാവിലെ ലേറ്റായിട്ട് എണീറ്റ്. കാരണം ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു. ഇന്നലെ ഇട്ട് പോയല്ലോ എന്നായിപ്പോയി. കാരണം ഈ ഒരു സമയത്തായതുകൊണ്ട് ഇടുമ്പോൾ കുഴപ്പമില്ല, അത് കഴുകിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഫുള്ളിങ്ങനെ നമുക്കിങ്ങനെ കുറേ ടൈം കുനിഞ്ഞിരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് കഴുകിയെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ കെട്ടി സെറ്റ് ആകുമ്പോഴത്തേക്കും ഒരു 10 മണി ആവാനാവും കേട്ടോ. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ഞാനും അമ്മയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ഗൈസ്. പിന്നെ ആണെങ്കിൽ ചട്ടി ഇങ്ങനെ കൊണ്ടുപോക്കും കേട്ടോ. ഞങ്ങൾ തലേ ദിവസത്തെ കറിയാണെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോക്കും, എന്നിട്ടാണ് കഴിക്കുക. പിന്നെ എല്ലാ മീൽസിൻ്റെ ഒപ്പരം ഞാൻ ഈ ഒരു സാലഡ് കഴിക്കണം കേട്ടോ. കക്കിരി, ക്യാരറ്റ് അങ്ങനെയൊക്കെ. അത് എല്ലാം രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയായാലും കഴിക്കണം. അപ്പം ചോറിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 10:30 അങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ നേരത്തെ തന്നെ തുടങ്ങും. പിന്നെ അമ്മ അലക്കുന്നു. അമ്മയെ കാണുന്നില്ല ഗൈസ്. അമ്മ ഇന്ന് ലീവാണ് കേട്ടോ. എനിക്കൊന്ന് കഴിഞ്ഞു, അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പം ഡയറ്റാണ് കേട്ടോ. എനിക്ക് 7th മന്തിൽ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ ഇത് ഷുഗർ ലെവൽ കൂടുതലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഡയറ്റ് കാര്യങ്ങളൊക്കെ, ഫുഡ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ സെപ്പറേറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ആക്കും. അപ്പം ഡെയിലി അങ്ങനെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡെയിലി ഒരേ ടൈപ്പ് ഫുഡിനെ കഴിച്ച് മടുത്ത് തന്നെ പറയാം. അപ്പം എനിക്ക് കുറച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചാക്കി വെക്കും കേട്ടോ. അപ്പം അതേ കാണിച്ചു. അപ്പോൾ ഫസ്റ്റ് എണ്ണയെന്ന് പറയുകയാണെങ്കിൽ ഇതാ ഗൈസ്. അപ്പം ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പേരി ഇതാണ് കേട്ടോ. തവര. ശരിക്കും ഇത് ഫുള്ള് ഞാനാണ് കഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡും കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 12 പോയിൻറ്റ് സംതിങ് ആയ കേട്ടോ. പിന്നെ അയൺ ടാബ്ലറ്റ് 2 ടൈം ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ ബ്ലഡ് കൂടിയിട്ടുണ്ട്. പൊതുവേ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ബ്ലഡ് കുറവായിരിക്കും. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ ഉപ്പേരി അങ്ങനെയൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് പെട്ടെന്ന് കൂടും കേട്ടോ. എനിക്ക് ശരിക്കും 1 വീക്ക് കൊണ്ട് എനിക്ക് തന്നെ പെട്ടെന്ന് തന്നെ ബ്ലഡ് വന്ന്. അതിന് മുന്നേ നോക്കിയ സമയത്ത് കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ടൊന്നും അങ്ങനെ കൂടിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടായതിന് ശേഷം ഇത് കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഇത് കഴിക്കുക. അപ്പം ഇത് ഏകദേശം ഞാൻ പറിച്ചിങ്ങനെ കഴിയാനായി. കാരണം എന്താ, ഇത് ഏകദേശം ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഡെയിലി കുറച്ച് മാത്രം എടുത്തിട്ട് ഇത് കുറേ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അമ്മ കുറേ പൊരിച്ചിട്ട് ഇങ്ങനെ ചാടി കളഞ്ഞു കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ട് കുറേ ഇങ്ങനെ ഇതാക്കിയത് കൊണ്ട് ഇത്ര മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഗൈസ്. ആദ്യമൊന്നും ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ പറിച്ചെടുക്കലാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഞാനുള്ള സമയത്ത് ഉണ്ടാക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണിത് ശരിക്കും. മുരിങ്ങയിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. മുരിങ്ങയിലൊക്കെ ഉണ്ട്, എന്നാലും അതൊരു കയ്പ്പടിക്കുന്ന മാതിരി തോന്നും ചിലത്. അതുകൊണ്ട് എനിക്കിതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതാണ് ഞാൻ ഡെയിലി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ചില സമയത്ത് ഇടവിട്ടിച്ചാണ് കേട്ടോ ഉണ്ടാക്കുക. ഡെയിലി അങ്ങനെ ആക്കാറില്ല. ആദ്യം ബ്ലഡ് കുറഞ്ഞ സമയത്ത് ഡെയിലി ആക്കുമായിരുന്നു കേട്ടോ. അപ്പം ഉപ്പേരിക്കുള്ള എല്ലാം എനിക്കുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ സൈഡായിട്ട് ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്യുകയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ യൂട്യൂബിലൊരു സംഭവം കണ്ടു കേട്ടോ. അതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കട്ടെ. കക്കിരി, ക്യാരറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കി നോക്കുന്നതാണ്. പിന്നെ കുരുമുളക് ഇട്ടിട്ട് നോക്കുമ്പോൾ കുരുമുളക് ഒട്ടുമില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പാട്ടിയിൽ. അപ്പം കുരുമുളക്, അതിനുശേഷം ഉപ്പിട്ടോ. ഉപ്പും ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഉപ്പും അധികം ഇങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പും കുറച്ചിട്ടു. പിന്നെ അടുത്തതായിട്ട് ജീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അതൊരു പൗഡർ
കുറച്ചിടുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇല്ലാത്ത കാരണം അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ പൊടിച്ചു തരാൻ പറഞ്ഞിട്ട് അതിങ്ങനെ ചൂടാക്കിയിട്ട് പൊടിക്കുന്നുണ്ട്. ചൂടാക്കി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ചുമക്കൂല കേട്ടോ ഇങ്ങനെ. അതുകൊണ്ട് ചൂടാക്കിയിട്ട് പൊടിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് പീസ് എല്ലാം കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എനിക്ക് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ അടിയിൽ കുറേ കമൻസ് കണ്ടു, നല്ല അടിപൊളി ടേസ്റ്റാണ്, ഇതുവരെ ഇത്ര നല്ല ടേസ്റ്റ് ചെയ്യില്ല, കഴിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ തൈര് ആഡ് ചെയ്തു. അധികം പുളിപ്പില്ലാത്തതായിരിക്കും നല്ലത് കേട്ടോ, അതിലങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ തൈരും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കണം കേട്ടോ. നല്ല രീതിക്ക് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ലീവ്സില്ലേ, കൊറിയാൻഡറിൻ്റെ ഒക്കെ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഒരു നെല്ലിക്ക ചമ്മന്തിയും കൂടി പൊടിച്ചു കേട്ടോ. അങ്ങനെ അതും പൊടിച്ച് വെച്ച് അപ്പോഴത്തേക്കും എനിക്ക് ഒരു ഫ്രൂട്ട്സ് കഴിക്കേണ്ട ടൈമായി. പിന്നെ ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുസമ്പിയാണ് കേട്ടോ. ആദ്യമൊന്നും ഞങ്ങൾ മുസമ്പി അങ്ങനെ വാങ്ങില്ല, കാരണം ഇത് ജ്യൂസ് അടിക്കാൻ മാത്രമാണ് കേട്ടോ വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മുസമ്പിയാണ് കഴിക്കുന്നത് നല്ല ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ സിട്രസാണ് കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ കഴിക്കേണ്ടത്, കാരണം ഈ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ആദ്യമൊക്കെ എനിക്കിങ്ങനെ കഴിക്കാനൊരു ഇതിങ്ങനെ നമ്മൾ അതിൻ്റെ ഈ ഒരു ജ്യൂസ് മാത്രം ഇറക്കിയിട്ട് ബാക്കി നമ്മൾ കളയല്ലേ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ, ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ തോലിങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ ആ ഒരു പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്. ആദ്യം ഞാനങ്ങനെ വാങ്ങലേ ഇല്ല. അപ്പം എനിക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു സംഭവത്തിലുള്ള കുരുക്കളൊക്കെ ഇങ്ങനെ പോക്കിക്കളഞ്ഞിട്ട് നമുക്കത് വായിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് ഇറക്കിയിട്ട് ബാക്കി കളയാം കേട്ടോ. ഈ ബാക്കി പീസൊക്കെ നമുക്കിങ്ങനെ കഴിക്കാം. അപ്പം ഇതിന് മുന്നേക്ക് ഞാനിതിങ്ങനെ പീസാക്കിയിട്ട് അതിൻ്റെ തോടിങ്ങനെ കളഞ്ഞിട്ട് ജ്യൂസ് മാത്രം എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് പിന്നെയാണ് തോന്നിയത്. ശരിക്കും ഇങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പം, എനിക്ക് ഇപ്പം തോന്നിയ ഐഡിയ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് കേട്ടോ. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചു വെക്കണം, നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. ശരിക്കും ഇതിപ്പോൾ ഒന്ന് മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ ഞാനിത് 2-3 ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 11:45 അങ്ങനെ ഒരു ഫ്രൂട്ട് കഴിക്കാം കേട്ടോ. ഒരു ഫ്രൂട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ എക്സ്ട്രാ കഴിച്ചാൽ നമ്മൾ ഷുഗറിൻ്റെ ഒക്കെ ആ ഒരു കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഫ്രൂട്ട് മാത്രമാണ് അലൗഡ്. മുസമ്പി കഴിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ പേരക്ക കഴിക്കാം കേട്ടോ. മുസമ്പി എന്നല്ല, സിട്രസ് കഴിക്കാം, ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം, നെല്ലിക്കയും കൂടി കഴിക്കാം കേട്ടോ. പിന്നെ പപ്പായയും കഴിക്കാം. അത് നമ്മൾ ഈ ഒരു ടൈമിൽ അങ്ങനെ ആരും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. അപ്പോൾ എനിക്ക് മുസമ്പി ഇഷ്ടമുള്ളത് കൊണ്ട് അതാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ചോറാണ് കേട്ടോ. അതിന് നല്ല നത്തൽ വരട്ടിയത്, എനിക്ക് നത്തൽ ചെറിയ മീനുകളാണല്ലോ ഇപ്പോൾ കൂടുതൽ കൂട്ടേണ്ടത്. പിന്നെ തവര വറവും നെല്ലിക്ക ചമ്മന്തി, പുളിയിഞ്ചി, ഇത് ഓണസദ്യക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ചോറ്, സാലഡ് എനിക്ക് സംഭവം പറഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഇഷ്ടമാകാത്തതുകൊണ്ട് ജീരകത്തിൻ്റെ എന്തോ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. അമ്മയാണ് കഴിച്ചത്. പിന്നെ കാണുമ്പോൾ എല്ലാവരും സീരിയലൊക്കെ വെക്കും കേട്ടോ, അമ്മമ്മക്ക് സീരിയൽ മസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റിലേറ്റീവ്സൊക്കെ വന്നുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുളിച്ച് സെറ്റായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നൈറ്റാണ് കേട്ടോ. ഇതിപ്പം 7:45 ഫുഡ് കഴിക്കണം. അപ്പോൾ ഓട്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം എനിക്ക് ഓട്സ് കഴിക്കുമ്പം രാത്രിയത്തെ ഷുഗർ നോക്കുമ്പോൾ കുറച്ചൊന്ന് കൺട്രോളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓട്സാണ് ഇപ്പം നൈറ്റ് കഴിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അമ്മമ്മയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ അവരൊപ്പം ഇരിക്കാറില്ല, കാരണം എനിക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നൈറ്റത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഞാൻ 1 hour ആകുമ്പം ഷുഗർ നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അത് ലിസ്റ്റിൽ എഴുതി വെക്കണം. ഇത് തന്നെ ഒരു പണിയാണ് ഗൈസ്. ഇപ്പം ഡെയിലി ഇങ്ങനെ 3 നേരം നോക്കാൻ വേണ്ടി പറയുന്നില്ല. ഒരു ദിവസം രാവിലെ ആണെങ്കിൽ, ഒരു ദിവസം ഉച്ചക്ക്, ഒരു ദിവസം നൈറ്റ്, ഇങ്ങനെ നോക്കി 15 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുവാണ്. നൈറ്റത്തൊക്കെ നോർമൽ നൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. എന്നാലും രാവിലത്തെയാണ് ഒരു വേരിയേഷൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സാലഡ് ആക്കിയതിന് പിന്നെ നോർമലായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ആഫ്റ്റർ ഫുഡ്, അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ്. പിന്നെ 10 മണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിലാണ് ഞാനിങ്ങനെ എന്തെങ്കിലും ധാന്യങ്ങൾ ആയിട്ടുള്ള കൊണ്ടുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പം 118 ഷുഗർ ഇന്നത്തേത്. അപ്പോൾ ഇത് നോർമലാണ് കേട്ടോ. അപ്പം
അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കിടക്കാൻ നോക്കുമ്പോൾ ഒരു 9:30 ആകുമ്പോൾ ഒന്ന് നടക്കും കേട്ടോ. കുറച്ച് സമയം ഒന്ന് നടക്കും. പിന്നെ സീരിയലൊക്കെ കണ്ടുകൊണ്ട് വീട്ടിലാണെങ്കിൽ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ പിന്നെ 10 വരെ സീരിയലാണ് കേട്ടോ. കാരണം അമ്മമ്മക്ക് സീരിയൽ ഫുള്ള് കണ്ടാൽ മാത്രമേ ഉറങ്ങൂ, പരസ്യത്തിന് വരെ മാറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതുകൊണ്ട് ഞാനും ഇങ്ങനെ അതൊക്കെ കണ്ട് നടക്കുമ്പോൾ വലിയ ബോറൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ടി വിയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് പാട്ട് വെക്കില്ല. അപ്പോൾ അങ്ങനെ നടന്നു. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര മാത്രം. അല്ലെങ്കിൽ ഞാൻ കുറച്ചിങ്ങനെ വീശി ഇങ്ങനെ കൈയൊക്കെ വീശി നടക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ വീശി ഇങ്ങനെ നടക്കും. പിന്നെ രാവിലെയും ഒരു അരമണിക്കൂർ നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നൈറ്റ് ഞാനിങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ പറ്റുമെങ്കിൽ നടക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു 1/4 മണിക്കൂർ അങ്ങനെയായിട്ട് നടക്കും കേട്ടോ. എന്നിട്ട് മെഡിസിനൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.